എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബേബിയുടെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാൻ എൻ്റെ ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാനിത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എക്സ്പെൻസീവ് ഒക്കെ കുറഞ്ഞ് തന്നെ ഒരു ബർത്ത്ഡേ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. എനിക്ക് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ആയില്ല, നിസ്സാര കാശിൽ തന്നെയാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹാഫ് കേക്ക് ആയതുകൊണ്ട് ബാക്കി വന്ന കേക്ക് വെച്ച് ഞാൻ സ്വീറ്റ് ബോൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേക്ക് പൊടിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുത്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്ത് ഞാൻ സ്വീറ്റ് ബോൾ തയ്യാറാക്കി. പിന്നെ ഞാൻ ഇതിന് റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ സിൽക്ക് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് സ്മൈലിയും അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഫൈബർ പ്ലേറ്റും ഡിസ്പോസിബിൾ ഗ്ലാസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കപ്പ് കേക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആവും. അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ വീഡിയോ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോത്തിൻ്റെ റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരിക്കലും കൊക്കോ പൗഡർ കൂടുതൽ ഇട്ട് കൊടുക്കരുത് റെഡ് വെൽവെറ്റ് കേക്കിൽ. എന്നിട്ട് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് ഓയിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഡബിൾ റെഡ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അത് ഞാൻ 5 തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ വേണമെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോ. ഏകദേശം ഒരു 5 തുള്ളി എടുക്കുമ്പോൾ ഏകദേശം നല്ലൊരു കളർ ഉണ്ടാകും. എന്നിട്ട് ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ടയാണ്. ഇനി നമുക്കതിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ മാക്സിമം നിങ്ങൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുക. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന ബൗള് വെള്ളമൊന്നുമില്ലാതെ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ എഗ് വൈറ്റ് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ച പഞ്ചസാര എല്ലാം ആഡ് ചെയ്ത് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ എഗ് യോക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 മുട്ടയുടെ എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ചേർത്ത് ബീറ്റ് ചെയ്ത് അപ്പോൾ എഗ് യോക്ക് ശരിക്കും മിക്സ് ആയി കിട്ടാൻ പാട് വരും. അതുകൊണ്ട് നമ്മൾ ഓരോ എഗ് യോക്കായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം.
ഇനി ബാക്കിയുള്ള എഗ് യോക്കും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ബീറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് മൊത്തം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കരുത്. കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അതും പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡിങ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കരുത്. നമ്മൾ പതിയെ തന്നെ ഇങ്ങനെ ഫോൾഡിങ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്പീഡാക്കിയതാണ്. ഇത്രയും സ്പീഡിൽ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പാലും ഓയിലും കളറും ആ മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ മാക്സിമം. മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ചായിട്ട് വരില്ല. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗറിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സും നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ലാസ്റ്റാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന്റെ മോൾഡ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിന്റെ മോൾഡ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് തട്ടിക്കൊടുക്കണം. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇഡ്ഡലിച്ചെമ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിൽ റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇഡ്ഡലിച്ചെമ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മുടെ കേക്ക് മോൾഡ് അതിലേക്ക് ഇറക്കി വെക്കാം. കറക്റ്റ് 45 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. എനിക്ക് എപ്പോഴും 45 മിനിറ്റ് തന്നെയാണ് ഇങ്ങനെ ഇഡ്ഡലിച്ചെമ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ വരാറുള്ളൂ. അപ്പോൾ നമ്മുടെ 45 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടുക്ക് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒരു സ്ക്രൂ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡീമോൾഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സ്പോഞ്ചി ആണെന്നുള്ളത്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പം ഞാനിത് ഡെക്കറേഷൻ ചെയ്യുന്നതൊന്നും ഐസിങ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ ലോങ് ആവുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.